ഇന്നാണ് ആ കല്യാണം. രചന മിഴി മാധവ്, അവതരണം ഷാഹുൽ മറയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂരം. പൂഞ്ചിറകുമൊക്കും കാട്ടുകിളി കക്കുന്നെന്തിനുള്ളം വനചാരുതേ വരുചാരെ നീ ചുണ്ടിൽ ചോർന്ന കനി തുണ്ടിൽ വാർന്നതെന്റെ സ്വന്തം തേൻകിനാക്കൾ ഇടമാകുമോ ഇടനെഞ്ചിൽ നീ. പേടിക്കേണ്ട സുഹൃത്തുക്കളെ, നമ്മൾ റിംഗ് ടൂണാണ് കേട്ടോ. മീയൂട്ടാ നീ എണീക്ക് വേണ്ടേ, നിന്റെ ഫോൺ കിടന്ന് നിലവിളിക്കാണ്. ഓ ഈ സുജിക്ക് എന്താ രാവിലെ പെറ്റതളയെ പേരെടുത്ത് വിളിക്കുന്ന സന്തതി ഭൂമിയിൽ നീ മാത്രമേ കാണൂ. സാധനം മണി 10 എണീക്കടി, മൂട്ടിന് വെയിലടിക്കുന്നവരെ കിടന്നുറങ്ങും. അഹങ്കാരി. ദേ അമ്മേ, അനാവശ്യം പറയത്. ഇന്നെങ്കിലും എന്റെ മൂടൊന്ന് വെയിലുണ്ടോട്ടെ. ഇന്നും 6 മണിക്ക് എണീറ്റ് 7 മണിക്ക് തുടങ്ങുന്ന ജോലിയാ. രാത്രി ആവും എത്തുമ്പോ. ഇവിടെ വന്നിട്ടൊന്ന് മര്യാദ കുറങ്ങുന്നേ. നീ ഒന്ന് പോയടപ്പാ. ഇല്ലടി, ഞാൻ ഉച്ചവരെ ലീവാ, ബാങ്ക് വരെ പോണം. അടുക്കളയിലെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്ക്. എപ്പോഴാന്ന് വെച്ചാ ഞാൻ ബാങ്കിൽ പോയിട്ട് അതുവഴി പോകും. മിലൻ ഉച്ചയ്ക്ക് വരും. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വീട് കൂട്ടി ചാവി മാമിയുടെ കൈ കൊടുത്തിരുന്നാൽ മതി കേട്ടോ. ആ അങ്ങനെ കുറെ ഉപദേശവും തന്ന് ദേ പോണെന്റെ പോരാളി. ഇനി ഞാൻ നന്നാവുമോ? എവിടുന്ന് വിഷുവിന് വീട്ടിൽ വന്ന് കണി കാണുന്നു പറഞ്ഞ് 4 ദിവസം അവധിയെടുത്ത് വന്നാണ് ഇവിടുത്തെ ഈ പുകില്. എൻ്റെ ഓരോ അവസ്ഥയെ നമ്മ ഓരോന്ന് ഓർത്ത് സങ്കടപ്പെടാൻ നിൽക്കാതെ വീണ്ടും ഉറക്കത്തിലേക്ക് വീണു. ഓ ഇതാരാ അടുത്ത്? നമ്മ ഫോൺ എടുത്ത് നോക്കി. ജാനൂട്ടി ദേഷ്യത്തിൽ ഫോൺ എടുത്തു. എന്തായാലും തണ്ടി കൊച്ചു വെളുപ്പാകാലത്ത് വെളുപ്പാങ്കാലോ? മണി 11 ഓ നീ അത് പഠിപ്പിക്കാനാണോ വിളിച്ചേ? പെട്ടെന്ന് ഞാൻ തിരിക്കും. ഫോൺ വെച്ചിട്ട് പോയേ. വീട്ടെ ഫോൺ വെക്കല്ലേ. ഓ എന്താടി, നിനക്കിന്ന് പഠിക്കാനൊന്നും പോണ്ടേ? ജാനകി എൻ്റെ ഉള്ളതാണ് കേട്ടോ. എങ്കിലും എല്ലാവരും വിളിക്കുന്ന പോലെ മീയൂട്ടാന്ന് അവളും വിളിക്കും. എൻ്റെ മാമൻ്റെ മോള്. എല്ലാവരും അടുത്തടുത്ത് തന്നെയാ താമസം. മീയൂട്ടാ നീ രാത്രി വന്നെന്ന് അറിഞ്ഞു. ചിഞ്ചു വന്നില്ലേ? ജാനൂട്ടാ എന്താണ്? ആർക്കാണ് കാലത്തെ പണി? എന്തു പണി? നീ വെറുതെ എന്നെയും ചിഞ്ചിനെ ഒരുപ്പിച്ച് തിരക്കില്ല. സത്യം പറ പൊന്നുവളെ, കഴിഞ്ഞ തവണ പോരാളിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ലിൻ്റെ പാടൊന്നും മാറി വരുന്നേ ഉള്ളൂ. നിനക്കൊക്കെ വേണ്ടി ഇഞ്ചി ചതയും പോലെയാ ഞാൻ ചതയുന്നു. പ്ലീസ് ജാനൂട്ടാ ഉപദ്രവിക്കരുത്. ഇത്തവണെങ്കിലും തല്ലി മടിക്കാൻ തിരിച്ചു പോയിക്കോട്ടെ. മറുവശത്ത് അടക്കി പിടിച്ച് ചിരി. മീയൂട്ടാ പ്ലീസ്, ഈ ഒരൊറ്റ തവണ കൂടി. വേറെ ആരും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റില്ല. ജീവിത പ്രശ്നമാ. ഈശ്വര, പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് ജീവിത പ്രശ്നമോ? വാവ്. കമിഴ്ന്ന് തലയിണയും കെട്ടിപ്പിച്ചിടന്ന് ഞാൻ ചാടിപ്പിരണ്ട് എണീറ്റിരുന്നു. മീയൂട്ടാ വേറെ ആരുമില്ല എനിക്ക്. അവളുടെ കരച്ചിൽ എന്റെ മരണമണിയാണോ കേട്ടത്? ജാനൂട്ടാ അധികം കണയണ്ട, കാര്യം പറയടി. ഒരു കല്യാണം മുടക്കാനാ? ആരുടെ? എന്റെയാ. നിന്റെ കല്യാണോ? ആ അതേ മീയൂട്ടാ, നിനക്കും ചിഞ്ചുവിനാകുമ്പോ നിന്റെ അവളുടെയും കല്യാണം മുടക്കി നല്ല പരിചയമാണല്ലോ. ഡിഡി മതി മതി. ലപ്പനെ ഇതിപ്പെന്താ പെട്ടെന്ന്? നിനക്ക് മൂത്ത് ഞങ്ങൾ 4-5 പേരില്ലേ? എന്നിട്ടെന്താ? ജാതകത്തിൽ 19 വയസ്സിൽ കെട്ടിടന്നില്ലേ, പിന്നെ 28 വയസ്സ് കഴിയണമെന്ന്. ഓ അത്രേ ഉള്ളോ? 25 വയസ്സ് തുടങ്ങി എനിക്ക് അടുത്ത മാസം. എനിക്കില്ല എത്ര ടെൻഷൻ. പിന്നെ ഇന്നലെ കുരുത്ത നീ ഡി പട്ടി, അത് നിനക്കും ചിഞ്ചുവിന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ? നിന്നെയൊക്കെ പോലെയാണോ ഞാൻ? എനിക്ക് കെട്ടണം, ഇരട്ട കുട്ടികൾ വേണം. കെട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇരട്ട പിള്ളേരെ കിട്ടുമെന്ന് ഏത് തെണ്ടിയാടി നിന്നോട് പറഞ്ഞേ? അത് നീ ആലോചിക്കണ്ട, ഞങ്ങൾക്കറിയാം. ഞങ്ങളാ? ഏത് ഞങ്ങള്? നീ അത് വിട്ടില്ല ഇതുവരെ? ഇല്ല. നാറിന്റെ കഞ്ഞിയിൽ പാറ്റയിടാൻ. പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യമായിട്ട് പ്രേമം തോന്നിയത് ഓനോടാ. പഠിത്തം കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ആയി വന്നിട്ട് പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോഴേ ഈ കുരിപ്പോനെ അടിച്ചെടുത്തു. അനിയത്തിയായി പോയില്ലേ, വിഷമിപ്പിക്കാൻ തോന്നിയില്ല. ആ കലിപ്പിനാ പിന്നെ വന്ന ആലോചനയൊക്കെ മുടക്കിയത്. ഇപ്പൊ ആകെയുള്ള പാര മാമന്റെ മോൻ കിഷോർ മാത്ര. മുടിയൻ. ഓ നല്ല അടാറ് പയ്യനാ, മുടിയൊക്കെ ഉണ്ട് നമ്മുടെ കന്യാമേനെ പോലെ. പക്ഷെ ഒറ്റ കാര്യം, ഞാനും മുടിയും തമ്മിൽ കണ്ട അപ്പ യുദ്ധ. ഓനതൊരു രസം. കഥ മാറി. ഡി മീയൂട്ടാ. ആ പറയടി. ചിഞ്ചി വരുമോ? അവളോടെ എന്റെ കൂടെ കിടന്നാണല്ലോ. അവള് വന്നോ? നമ്മ പൊളിക്കും. മീയൂട്ടാ ഞാനങ്ങോട്ട് വരാം, ഒരു പ്ലാനിങ് വേണം. നിങ്ങൾ റെഡിയാവും, 10 മിനിറ്റ്. അതും പറഞ്ഞാൽ കുരിപ്പ് ഫോണും കട്ട് ചെയ്തു. എന്തേലും ആവട്ടെ. ചിഞ്ചു നീ എവിടെയാ? ചിഞ്ചു എന്റെ ചങ്കത്തിയാട്ടോ, ഒപ്പം കസിനും. എവിടെ പോയാലും നമ്മ ഒരുമിച്ചേ പോവും. 2 ശരീരവും 1 മനസ്സും. കോളിംഗ് ബെല്ലടിക്കുന്ന കേട്ട് നമ്മ ഓടിപ്പോയി വാതിൽ തുറന്നു. ദേ ചിഞ്ചു, നീ രാവിലെ അമ്പലത്തിൽ പോയോ? ആടി വിഷുവല്ലേ നാളെ? അതിന് നാളെ പോയ പോരെ? ഞാൻ വെറുതെ ഒന്ന് പോയതാ. വായി നോക്കാൻ പോയെന്ന് പറ തെണ്ടി. അല്ല നീ ഉച്ചവരെ കിടന്നുറങ്ങണമെന്ന് പറഞ്ഞല്ലേ? പറഞ്ഞതാ. ശല്യങ്ങൾ ഉറങ്ങാൻ സമ്മതിച്ചില്ല. ആര്? പെട്ടെന്ന് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് ഞങ്ങൾ രണ്ടും തിരിഞ്ഞു നോക്കി. ദേ അവള്
പല്ലിൽ 32 കാട്ടി കയറി വരുന്നുണ്ട് കുരിപ്പ്. എന്താടി നീ പഠിക്കാൻ പോയില്ലെന്ന്? ചിഞ്ചുവിന്റെ ചോദ്യത്തിന് സെയിം വിളി. ഞാൻ ചിഞ്ചുവിനോട് കാര്യം പറഞ്ഞു. ബാക്കി ജാനൂട്ടിയും. ഡി നീ നല്ല തല്ലു വാങ്ങി തരും ഞങ്ങൾക്ക്? ഇല്ല, അത് ഞാൻ വാങ്ങിക്കോളാം. ആത്മാർത്ഥ പ്രണയത്തിന് 2 തല്ലൊക്കെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് മേടിക്കണം. സിനിമയിലൊക്കെ അങ്ങനെയാ. ആഹാ, നീ ആളുകൊള്ളാലോ. അല്ല, ചെക്കൻ എവിടുന്നാ? തിരുവനന്തപുരത്തുനിന്ന്. നൊമ്മ ഞെട്ടി. കീച്ചേട്ടൻ്റെ ഫ്രണ്ടാ. മനസ്സിലായോ നിങ്ങൾക്ക്? മുടിയൻ്റെ ഫ്രണ്ടാണെന്ന്. അത് കേട്ടതും ചിഞ്ചുവിൻ്റെ നോട്ടം. അവനാണ് ഇത് കൊണ്ടുവന്ന്? ആ അതെ. അടിപൊളി. ചിഞ്ചു മുടക്കിയാലോ? പിന്നല്ല, അവനിട്ട് പണിയും കിട്ടുന്ന ഒരു അവസരമൊന്നും പാഴാക്കില്ല. നീ ജാനൂട്ടി, എന്താ ചെക്കൻ്റെ പേര്? പീയൂഷ്. പീയൂഷ് എന്നാ പേരാടി? അവൻ്റെ കൂട്ടുകാരന്മാരെല്ലാം ഇമാതിരി വായിക്കൊള്ളാത്ത പേരാണല്ലോ. തല പോണ കേസാ. ഇവിടുത്തെ ചേട്ടായി സ്വല്ലം അറിഞ്ഞാലേ 3 വെച്ചേക്കില്ല. നീ എന്തായാലും അവനെ വിളിക്ക്, നമുക്ക് പോയി കാണാം. കോളാക്കി തരുന്ന കാര്യം നമ്മളെ ഏറ്റ്. മുടിയനിട്ടുള്ള പണിയാകുമ്പോൾ നിനക്ക് ഫ്രീ സർവീസ്. ഞാൻ മ്യൂട്ടിനെ വിളിച്ച് ഫോൺ കട്ട് ചെയ്തപ്പോൾ തന്നെ അവനെ വിളിച്ചു. അവൻ വരും, 3:30 മണിക്ക് ബീച്ചിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. നുമ്മ രണ്ടും ഞെട്ടി പരസ്പരം നോക്കി. ഗുണമുണ്ട് കൂടാണെന്നതിൻ്റെ. നുമ്മ വേഗം പ്ലാനിങ് ഒക്കെ നടത്തി. കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് നേരത്തെ ഇറങ്ങി. ചിഞ്ചുവിൻ്റെ കാറിലൊന്ന് കറങ്ങാലോ. അവിടെ ഇവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് 3 മണി കഴിഞ്ഞ് ബീച്ചിലെത്തി. ഒടുക്കത്ത വെയിൽ. ഡി നീ അവനെ വിളിച്ചു പറ പബ്ലിക് ലൈബ്രറിയിലേക്ക് വരാൻ. അവിടെ ആകുമ്പോൾ നല്ല തണലാ, ഇരുന്ന് സംസാരിക്കാം. വീണ്ടും നുമ്മ സ്ഥലം മാറ്റി പറഞ്ഞു. നേരെ ലൈബ്രറിയിലേക്ക് വിട്ടു. രണ്ടുപേരെയും പുറത്തെടുത്ത് നുമ്മ അകത്തുപോയി. മുന്നേ എടുത്ത ബുക്ക് തിരിച്ചു കൊടുത്തു. വന്ന കാര്യം പറഞ്ഞ അവിടുത്തെ മാമനുമായി കാര്യം പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് പുറത്ത് കാത്തു നിൽക്കുന്ന കുരിപ്പുകളെ കുറിച്ച്. പെട്ടെന്ന് തന്നെ നുമ്മ പുറത്തേക്ക് ഓടി. ഷേടാ, ഈ വിളുമാരിത് എവിടെ പോയി? നുമ്മ ചുറ്റൊന്ന് കണ്ണോടിച്ചു. പെട്ടെന്ന് ഒരു ചുവന്ന സ്വിഫ്റ്റ് കാർ ലൈബ്രറി ഗേറ്റ് കടന്നു വന്നു. വണ്ടിയുടെ സൗണ്ട് കേട്ട് നുമ്മ തിരിഞ്ഞു നോക്കി. ഡ്രൈവർ സീറ്റിലെ ഡോർ തുറന്ന് ഒരു കിണ്ണം കാച്ചിയ മൊഞ്ചൻ ഇറങ്ങി വന്നു. ബ്ലാക്ക് പാന്റും ഗ്രീൻ ബ്ലാക്ക് ചെക്ക് ഷർട്ടും വെളുത്ത് ചുരുണ്ട മുടിയൽപ്പം വളർന്ന് നീളത്തിൽ അലസമായി നെറ്റി കുറുകെ കിടപ്പുണ്ട്. നടന്ന് മുന്നോട്ട് വരുന്ന കൂട്ടത്തിൽ അത് കൈകൊണ്ട് മാടി ഒതുക്കുന്നു. അമ്പടാ, ഒരാനച്ചന്തം. ഇനി ഇവനാണല്ലേ ഇവൻ? നുമ്മ അട്ടം നോക്കി അവനെ നോക്കിയതും ഓൻ ചിരിച്ചുകൊണ്ട് വരുന്നു. ഇവന് നമ്മളെ അറിയോ? ഹായ് മിഴി. വിളിച്ചത് നുമ്മ അറിഞ്ഞൊരു പുഞ്ചിരി കൊടുത്തു. ഇല്ലപ്പനെ, നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ പേരറിയാം? എന്തോന്ന്? നമ്മളെ ലുക്കും ഭാഷയും തമ്മിൽ ചേർച്ചയില്ലാത്ത കണ്ട് ഓനൊന്ന് പകച്ച് പണ്ടാറടങ്ങി. ചോറി ശീലായി പോയി. നുമ്മ അതും പറഞ്ഞ ഓൻ ശരിക്കും അങ്ങ് പൊട്ടിച്ചിരിച്ചു. കർത്താവേ, ജാനൂട്ടിയുടെ മുടക്കാൻ വന്നിട്ട് നമ്മക്ക് സെറ്റാവുന്ന മട്ടാണല്ലോ. അമ്മാതിരി ചിരിയാ. മിഴി കോൺസെൻട്രേറ്റ്. ഈയെ ചിരിച്ചോ ഇപ്പൊ കരയിച്ചു തരാട്ടോ. കിച്ചു പറഞ്ഞറിയാം, തന്നെ മാത്രല്ല എല്ലാവരെയും. ആ ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട്. താനും അവനും തമ്മിൽ അത്ര രസത്തിലല്ലേ? അതിന് ഞാൻ വളിച്ച ചിരി മാത്രം കൊടുത്ത് മറുപടിയായി. അല്ല, കഥാനായിക എവിടെ? ജാനകി. അതാ ഞാനും നോക്കുന്നേ. മിയൂട്ടാ. ആ ദേ വരുന്ന കഥാനായിക. പക്ഷെ നായകൻ താനല്ലാന്ന് മാത്രം. എന്താ? ഞങ്ങൾ പുള്ളിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പാവം കറണ്ടടിച്ച പോലെ നിപ്പുണ്ട്. എന്നാലും സാരില്ല, ഓൻ കാര്യം അറിയണം, അതിലെ അതിന്റെ ശരി. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടും ഓന് വിഷമമുള്ളതായിട്ടൊന്നും കണ്ടില്ല. ശരി, എനിക്കും അധികം താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഹാപ്പിയാ. ഇങ്ങോട്ട് വന്നതിന്റെ ഇരട്ടി സന്തോഷത്തിലാണ് ഞാൻ പോകുന്നത്. ഇവന് വട്ടായോ? നുമ്മ മൂന്നും ചിന്തിച്ചു. എനിക്ക് മിഴിയുടെ നമ്പരം തരുമോ? എന്തിന്? താനാണ് നിന്റെ പിന്നിലെന്ന് എനിക്കറിയാം. കല്യാണം ഉറപ്പിച്ചല്ലേ? മുടക്കണമെങ്കിൽ ചെറിയ പ്ലാൻ വേണം, തന്റെ ഉപദേശം വേണം. അതിനാ. ആദ്യം റിസ്ക് എടുക്കേണ്ട ചേട്ടൻ. ഈ കാര്യം നിങ്ങളുടെ ചങ്ങായിയോട് പറഞ്ഞാൽ മതി. എന്റെ വലത്തതാ, കൃത്യമായി വേണ്ടത് ചെയ്യും. പിന്നെ വീട്ടുകാരുടെ നിർബന്ധത്തിന് കെട്ടി ജീവിതം കളയരുത്. അത്രയും ഉപദേശം കൊടുത്തിട്ടും നമ്മളെ 3 മാറി മാറി നോക്കി അടാറിച്ചിരി. നുമ്മ അപ്പോഴേ ടാറ്റാ ബൈബി പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. പിറ്റേന്ന് വിഷു. നുമ്മ 2 സെറ്റ് മുണ്ടൊക്കെ എടുത്ത് പൊന്നാങ്ങൾ വാങ്ങി തന്ന പൂവും ചൂടി കാറുമെടുത്ത് കോവിലേക്ക് വിട്ടു. ഇത്തിരി ദൂരമുണ്ട് കൃഷ്ണൻകോവിലേക്ക്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. ഭക്തിമാർഗം, ചെയ്ത തെറ്റിന് പരിഹാരം. വരുന്ന വഴി ശിവകോവിലും മുരുകൻ കോവിലൊക്കെ കയറി, കാവിലും കയറി. തിരിച്ചു വരാൻ നേരം വീണ്ടും ജാനൂട്ടി സ്പീക്കർ വെച്ചു. നീ മീയൂട്ടി എവിടാണീ? ഒന്ന് വേഗം വീട്ടിലേക്ക് വാ. പീയൂഷും കിച്ചുവേട്ടനെല്ലാം ഉണ്ട്. ചിഞ്ചു വണ്ടി സൈഡാക്കി. ഡി പണിപാടിയാ. ഞങ്ങൾ വേഗം ഫോൺ കട്ടാക്കി വീട്ടിലേക്ക് പാഞ്ഞു. ഹാർട്ടെല്ലാം ഇപ്പം പിടും പറഞ്ഞിടിക്കുക. അരമണിക്കൂർ കഴിയുമ്പ ജാനൂട്ടിയുടെ വീടെത്തി. തമ്പുരാനെ കാത്തോണേ. നുമ്മ രണ്ടും ഇല്ലാത്ത ദൈവത്തിന് വരെ പേരിട്ട് വിളി തുടങ്ങി. വാതിലെത്തിയതും ചിഞ്ചുവിന്റെ കയ്യിൽ പിടിച്ചു. എന്താ ഈ നടയടി? വേണ്ട, നാണക്കേടാ. വീട്ടുകാർ മാത്രല്ല, പുറം പോക്കും ഉണ്ട്. അടുക്കള വഴി കയറാം. സത്യം പറഞ്ഞാൽ ചിഞ്ചു പറഞ്ഞു കേട്ട് നമുക്ക് ചിരിക്കണോ കരയണോന്നായി. ആ നടയടി ഉറപ്പാ. മക്കള് കേറി വാ. എവിടുന്നാ ചിഞ്ചു ഒരു ആശാരി? അല്ല ആശരീരി അല്ല, സുകേഷ് ഏട്ടനാ. നമ്മൾ രണ്ടിനെയും ജാനൂട്ടിയെയും പിടിച്ച ആൾ നിർത്തി. ആ മരപ്പട്ടിയിരുന്ന് ചിരിക്കുന്നുണ്ട്. പീയൂഷ്. കുറെ നേരത്തെ ചോദ്യം പറച്ചിലൊക്കെ കഴിഞ്ഞു. ജാനൂട്ടിയുടെ ഇഷ്ടം അവൾ തന്നെ തുറന്നു പറഞ്ഞു. എന്റെ പോരാളി എന്നെ നോക്കി ചെറഞ്ഞു. അമ്മേ, തല്ലുകൊള്ളാൻ എന്റെ ജന്മം ഇനിയും ബാക്കി. കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പായി. പീയൂഷും കിച്ചുവും ഫാമിലിയും തിരിച്ചു പോകാൻ ഇറങ്ങി. നുമ്മ രണ്ടും ജാനൂട്ടിയുമായി മുറിക്കകത്തേക്ക് കയറി. പെട്ടെന്ന് എന്റെ ഫോൺ റിങ് ചെയ്തു. ഇതാരപ്പാ പരിചയമില്ലാത്ത നമ്പര്? സാധാരണ നുമ്മ ഇങ്ങനെ നമ്പർ എടുക്കത്തില്ല.
പിന്നെ ട്രൂ കോളർ നോക്കും. ഒട്ടും അറിയില്ലെന്ന് വെച്ചാൽ ബ്ലോക്ക് ആക്കും. നമുക്ക് വീണ്ടും അതേ കോൾ വന്നപ്പോൾ ഒരു സംശയം. നമ്മ കോൾ എടുത്തു. മിയൂട്ടാ, ഈത്താരാ? ഞാനാ മിയൂട്ടാ, പീയൂഷ്. ഇയാൾക്ക് എങ്ങനെ എന്റെ നമ്പർ കിട്ടി? നിന്റെ പൊന്നാങ്ങളെ തന്നു. ഓ എന്തിന്? ഇപ്പൊ എന്തോ വേണം തനിക്ക്? ദേഷ്യം പെരുവരികളിൽ നിന്ന് രസി കയറി. മീട്ടാ, നിങ്ങളെ തള്ളരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പേടിക്കണ്ട, ഞങ്ങൾ ഇറങ്ങുക. ഇനി അടുത്ത മാസം കല്യാണത്തിന് കാണണം. എന്തോ കുത്തി പറയും പോലെ. ഇടയ്ക്ക് ഞാൻ വിളിക്കും, ഫോൺ എടുക്കണം. നീ കിച്ചുവിനെ ബ്ലോക്ക് ഇട്ടേക്കുവാണെന്ന് അവൻ പറഞ്ഞറിയാം. എന്റേതെങ്ങാനും ബ്ലോക്കിലിട്ടാ ഞാൻ നേരിട്ട് വരും. മനസ്സിലായപ്പാ? അവന്റെ സംസാരത്തിൽ നിറഞ്ഞിരുന്ന ഭാവം പരിഹാസമാണോ അതോ ഇവൻ എനിക്ക് പണിയാ? വെച്ചിട്ട് പോടാ പുല്ലേ. നിന്റെ മറ്റോട് പോയി പറ. ഒരൽപ്പം പുച്ഛ നിറച്ച് നമ്മ കലിപ്പിൽ ഫോൺ ഇട്ടാക്കി അവനെ ബ്ലോക്കിലിട്ടു. നമ്മടുത്ത കളി. പിന്നെ അവന്റെ ശല്യമില്ലായിരുന്നു. ജാനകി അവളുടെ ചെക്കൻ നമ്മളെ കെട്ടുറപ്പിച്ചു. 14-ന് അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. എനിക്ക് ചെറിയ സങ്കടം. എൻ്റെ ഏകാന്ത പ്രണയം, ആദ്യ പ്രണയം, പിന്നെ ഒത്തിരി സന്തോഷം. ജാനൂട്ടിയുടെ കല്യാണം നമ്മ പൊളിച്ചടുക്കി.